ബ്രസീൽ നോർവേനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ എല്ലാവർക്കും ഇപ്പോൾ തെറ്റിപ്പോയി. നോർവേ ബ്രസീലിനെ 2-1 തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനലിൽ കുതിച്ചിരിക്കുന്നു. ഇത് നെയ്മറിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പും ആയിരുന്നു. മാച്ചിന് ശേഷം നെയ്മർ റിട്ടയർ ആവുകയും ചെയ്തു. സോ സങ്കടമുണ്ട്. എന്നാലും വൈക്കിങ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. എടാ, ഇന്ന് നോർവേ കിഡിലൻ കളിയാണ് കളിച്ചത്. ബ്രസീലിനെ ചുമ്മാ ഡോമിനേറ്റ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്രസീലിനൊരു പെനാൽറ്റി കിട്ടുകയും അത് എന്തുകൊണ്ട് വിനീഷ്യസ് എടുത്തില്ല, അതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റയൽ മാഡ്രിഡിലാണെങ്കിൽ വിനീഷ്യസ് പെനാൽറ്റി എടുക്കാൻ വേണ്ടി അടിയൊക്കെ കൂടാറുണ്ട്. പക്ഷേ ഇതിവിടെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് മാത്രം അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അത് അടിക്കുകയും ഗോൾ കീപ്പർ സേവ് ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് പറഞ്ഞാൽ നോർവേയുടെ ഗോൾ കീപ്പറിനെ കുറിച്ചാണ്. എൻ്റെ പൊന്നോ, എന്ത് ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ഗോൾ കീപ്പർമാരെ സീസണാണെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ കിടില ഗോൾ കീപ്പിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ചറ ബ്രസീൽ കുറേ ഷോട്ട് അടിക്കുകയും അതെല്ലാം അങ്ങ് സേവ് ചെയ്ത് നോർവേനെ ക്വാർട്ടർ ഫൈനലിൽ ചുമ്മാ എത്തിക്കുകയും ചെയ്തു. എൻ്റെ ഹാഫിലും നോർവേ ഡോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ബ്രസീലിയൻ സ്റ്റൈൽ ഇപ്രാവശ്യത്തെ ബ്രസീലിനെ നമുക്ക് കാണാൻ പോലും സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ കൂടുതൽ ഞാൻ കണ്ടത് നോർവേയിലാണ്. ഇപ്പോൾ 2 വിങ്ങിന്നാവട്ടെ അവർ നല്ലോണം അറ്റാക്ക് ചെയ്തു. പിന്നെ വൈക്കിങ്സിൻ്റെ ഹെഡായ ഹാളനെ കുറിച്ച് പിന്നെ ഒന്നും പറയണ്ടല്ലോ. 79-ാം മിനിറ്റിൽ ഒരു കിടിലം ഹെഡർ വഴി ആദ്യത്തെ ഗോൾ. പിന്നെ എന്തായിരുന്നാലും അതൊന്ന് സെറ്റിലായി എന്ന് വിചാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞതുകൂടി 90-ാം മിനിറ്റിൽ ഒരു ഔട്ട്സൈഡ് ദ ബോക്സിൽ ഒരടി. ഞാൻ വിചാരിച്ചു വെറുതെ ചുമ്മാ ഒരു ഷോട്ട് അടിക്കുന്നു, അടിച്ചങ്ങ് കയറ്റി ബ്രസീൽ ഫാൻസിനെ നെഞ്ചങ്ങ് തകർത്തു. പിന്നെ നമ്മുടെ എൻട്രിക്ക്, എൻ്റെ പൊന്നോ, ഈ ചെറുക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് ഒരു കിടിലം എന്ന് വെച്ചാൽ വിനീഷ്യസിൻ്റെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ ഒരു കിടിലം ത്രൂ പാസ്. അത് കാലിൽ വെച്ച് കൊടുത്തു, അതും അങ്ങ് അടിച്ചങ്ങ് കളഞ്ഞ്. പിന്നെ അടുത്തൊരു ചാൻസും കിട്ടി, അതും കളഞ്ഞു. എൻ്റെ പൊന്നോ, ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, ആൻസിലോട്ടി തലയിൽ കൈ വയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്തിനീ ഇവനെ ഇറക്കി. അങ്ങനെ നെയ്മർ ഇറങ്ങിയതോടെ കളി കുറച്ചും കൂടെ ഫാസ്റ്റായി. എല്ലാവരും നല്ലോണം കോർഡിനേറ്റ് ചെയ്ത് കളിച്ചു. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റൂല, നോർവേ തന്നെയാണ് നല്ലോണം കളിച്ചത്. ആകെ വിഷമം പറഞ്ഞാൽ നെയ്മറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ഈ വേൾഡ് കപ്പെങ്കിലും അടിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാവരും ഇരുന്നത്. പക്ഷേ അതും നടന്നില്ല. അവസാനം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഫീൽഡിൽ നിന്ന് പോയത്. പിന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആവുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും നോർവേ ഇൻ ടു ദ ക്വാർട്ടർ ഫൈനൽസ്.